ഹലോ. ഹലോ. എവിടെ? ഞാനിവിടെ ഉണ്ട്. എന്തേ? എവിടെ ഉണ്ട്? ഞാനിവിടെ ഉണ്ട് എന്റെ പെണ്ണെ. എന്താ കാര്യം പറ. അല്ല, എന്നെ ഇങ്ങോട്ട് എന്നെ കെട്ടിച്ചുണ്ടേ? അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലേ? എനിക്കെന്താ അടുക്കള കയറാൻ പാടില്ലേ? കുക്ക് ചെയ്യാൻ പാടില്ലേ? ആണോ? അതിനിപ്പോ എന്താ ഉണ്ടായ പ്രശ്നം? നിങ്ങളമ്മക്കും പെങ്ങൾക്കും ഞാൻ അടുക്കള കയറുന്നതും കുക്ക് ചെയ്യുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. അത് എല്ലാവരുടെ ആയുസിന് വേണ്ടിട്ടല്ല മോളെ. ഇത് പണ്ട് കടുകിട്ട് നെയ്ച്ചോറുണ്ടാക്കിയാൽ മാറുന്നു. എന്തിത്ര ചിരിക്കാൻ? പിന്നെന്താ ചിരിയല്ലേ, കരച്ചിലാണ് എനിക്ക് വരുന്നത്. അന്ന് അതൊക്കെ തിന്നിട്ട് ആർക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലാ. ശരി, അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുകയാണല്ലേ? മനസ്സിലല്ല, എന്റെ തലയിലായല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ആഹാ, കൊള്ളാലോ. കൊള്ളാലോ. നിങ്ങൾക്ക് എന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടാക്കും. നല്ലൊരു ഐഡിയ അല്ലേ? അതെ, എന്റെ വാപ്പന്നെ നല്ല പൊന്നു പോലെ നോക്കും. ഞാൻ ഫുഡൊക്കെ അവര് കഴിച്ചോളും. പിന്നെ എന്റെ ബാപ്പേ, എന്റെ ബാപ്പ അന്ന് നിക്കാഹ് ചെയ്തിട്ട് കൈ പിടിച്ചതാണ് അന്ന് മുങ്ങിയ മനുഷ്യനാ. പിന്നെ ഇന്ന് വരെ ഞാൻ അതെങ്ങനെ കണ്ടിട്ടില്ല. ഓ, ഇനിയിപ്പോ അത് പറ. പിന്നെ എന്താ പറയണ്ടേ? ഞാൻ പോവും എന്തായാലും എന്റെ വീട്ടിക്ക്. ഓ എന്റെ പൊന്നു മോളെ. അല്ലാതെ എന്നെ കൊണ്ട് ഇവിടെ എന്താ ആർക്കും ഒന്നും വേണ്ട. ആർക്കും എന്നെ വേണ്ട. എന്റെ ചക്കരേ, എന്റെ പൊന്നെ, എന്റെ വാവേ, ഈ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചിട്ട് ഞാൻ പോവും ഇങ്ങനെ പറയരുത്. പിന്നെ പിന്നെ ഒരിടത്ത് എന്നെ കുക്ക് ചെയ്യാനൊക്കെ അടുക്കള കയറ്റാൻ പറ. അന്ന അടുക്കളയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ ആദ്യം വിളിച്ചു പറയണം, ഫയർ എഞ്ചിനും വിളിച്ചു പറയണം, ആംബുലൻസിനും വിളിച്ചു പറയണം. അതൊക്കെ വിളിച്ച് സെറ്റപ്പ് അടുക്കള കയറ്റി. അല്ലല്ല മോളെ, ആദ്യം അത് തിന്നിട്ടുള്ള ആൾക്കാരൊക്കെ വടിയായി പോകും. പിന്നുള്ളത് വീടിന് തീയാണല്ലോ. അപ്പൊ എന്തായാലും ഫയർ എഞ്ചിൻ വേണം. അന്ന് പിന്നെ ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം കുക്ക് ചെയ്തിട്ടേ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൂടി കുക്ക് ചെയ്ത് കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് അതാ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മാസം ഞാൻ ഗൾഫിലോട്ട് പോകുന്നതിന് പേടിച്ചിട്ട്. എന്റെ പൊന്നെ, അല്ലേ നമ്മളാർക്കും വേണ്ടാലോ. ആർക്കും വേണ്ടേ? ആർക്കും വേണ്ടേ? ഒച്ചോടെ പൊന്നെ. എടോ പോട്ടെടോ. എന്നിങ്ങനൊക്കെ പറഞ്ഞാ മതി. ഞാൻ എന്ത് പറഞ്ഞാലും പോട്ടേടോ. അതുകൊണ്ട് തന്നെ ഞാൻ പോവാൻ പറയുന്നത്. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റല്ല എന്റെ റബ്ബേ. ചെമ്പകപ്പൂവേ സുന്ദരിപ്പൂവേ ചുംബനം നൽകാമോ, എനിക്കൊരു ചുംബനം നൽകാമോ? സുന്ദരിയല്ലേ സ്വപ്നത്തിലല്ലേ കൂടെ പോരാമോ, നിനക്കെന്റെ കൂട്ടിലുറങ്ങാമോ?